കേരള ഹിസ്റ്ററിയുടെ പഠനത്തിന്റെ ഭാഗമായി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാന നായകരെ കുറിച്ചാകുന്നു. കേരള നവോത്ഥാന നായകരെ കുറിച്ച് PSC ഉദ്യോഗാർത്ഥികൾ ആകെ 70 കേരള നവോത്ഥാന നായകരെ കുറിച്ചാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ 50 പേർ മെയിൽ ലീഡേഴ്സും 20 പേർ വിമൻ ലീഡേഴ്സുമാകുന്നു. നമുക്ക് അവരുടെ കാലഘടനാ ക്രമത്തിൽ 70 പേരെക്കുറിച്ചും ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാം. As part of our Kerala history studies for PSC exams, we will now discuss Kerala Renaissance leaders. The exam typically asks about 70 leaders, including 50 male and 20 female leaders. Let us study them in chronological order with detailed information. ആദ്യം നമുക്ക് അർണോസ് പാതിരിയെ കുറിച്ച് പഠിക്കാം. 1681 മുതൽ 1732 വരെയാണ് അർണോസ് പാതിരിയുടെ കാലഘട്ടം. അപ്പോൾ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ നോക്കുമ്പോൾ കേരള റിനൈസൻസ് ലീഡേഴ്സിൽ ആദ്യം വരുന്നത് അർണോസ് പാതിരിയാകുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1681 മുതൽ 1732 വരെയാകുന്നു. അതായത് 17-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയാകുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം. അർണോസ് പാതിരി, ജർമ്മനിയിൽ ജനനം. ജോഹാൻ ഏണസ്റ്റ് ഹാങ് സെൽഡൻ എന്നാണ് പൂർണ്ണനാമം. പുത്തൻപാന എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചത് അർണോസ് പാതിരിയാകുന്നു. പുത്തൻപാന എന്നത് ക്രിസ്ത്യാനികളിലെ കാത്തലിക് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാവ്യരചനാ ശൈലികളുടെ സമാഹാരമാകുന്നു. ഈ ഒരു കൃതി രചിച്ചത് അർണോസ് പാതിരിയാകുന്നു. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചതും അർണോസ് പാതിരിയാകുന്നു. മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറിയുടെ പേരാകുന്നു വൊക്കാബുലാരിയം മലബാറിക്കോ ലൂസിത്താനം. ഈ ഡിക്ഷണറിയിൽ പോർച്ചുഗീസ് ടു മലയാളം മീനിംഗ് ആകുന്നു ഉള്ളത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചതും പുത്തൻപാന എന്ന പ്രസിദ്ധമായ കൃതി രചിച്ചതും അർണോസ് പാതിരിയാകുന്നു. മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറിയുടെ പേരാകുന്നു വൊക്കാബുലാരിയം മലബാറിക്കോ ലൂസിത്താനം. ഇതിൽ പോർച്ചുഗീസ് ടു മലയാളം മീനിംഗ് ആകുന്നു ഉള്ളത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ വർക്ക് രചിച്ചതും അർണോസ് പാതിരിയാകുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ വർക്ക് രചിച്ചതും അർണോസ് പാതിരിയാകുന്നു. മലയാളം ലെക്സിക്കൽ ഗ്രാമർ വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാളം ഗ്രാമറും അതിൻ്റെ ഒപ്പം തന്നെ മലയാളം വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ, മീനിങ്, മോർഫോളജി എന്നിവയും കൂടി ഉൾപ്പെടുന്ന ഗ്രന്ഥമാകുന്നു മലയാളം ലെക്സിക്കൽ ഗ്രാമർ വർക്ക്. അവിടെ മലയാളം ഗ്രാമറിനെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടാകും. അതുപോലെ മലയാളം വാക്കുകളെക്കുറിച്ചും വാക്കുകളുടെ മീനിങ്, പ്രൊനൗൺസിയേഷൻ, മോർഫോളജി എന്നിവയെക്കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടാകും. ഓക്കെ, ലെക്സിക്കൽ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാകുന്നു. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് വേർഡ്സ് എന്നാകുന്നു. ഓക്കെ, ലെക്സിക്കൽ എന്ന ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് വേർഡ്സ് എന്നാകുന്നു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ലെക്സിക്കൽ ഗ്രാമർ വർക്ക് രചിച്ചതും അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി രചിച്ചതും പുത്തൻപാന എന്ന് പറയുന്ന പ്രസിദ്ധമായ കൃതി രചിച്ചതും അർണോസ് പാതിരിയാകുന്നു. മലയാളം ഡിക്ഷണറി, മലയാളം ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ഫാക്ട്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഫാക്റ്റുകളിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പേരുകളാകുന്നു അർണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ ഗുണ്ടർട്ട്, ഏഞ്ചലോസ് ഫ്രാൻസിസ് തുടങ്ങിയ 4 പേര്. ഈ 4 പേരുകൾ വെച്ചിട്ട് നമുക്ക് ഒരേപോലെ തോന്നുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മലയാളം ഡിക്ഷണറി, മലയാളം ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ആയിട്ട് നമ്മൾ കൺഫ്യൂസിംഗ് ആക്കുന്നത് ഒന്ന് അർണോസ് പാതിരിയാണ്, രണ്ടാമത് ബെഞ്ചമിൻ ബെയ്ലി, പിന്നെ ഹെർമൻ ഗുണ്ടർട്ട്, ദെൻ ഏഞ്ചലോസ് ഫ്രാൻസിസ്. അപ്പോൾ ഇത് മാറിപ്പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് പറയുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി എഴുതിയതാരാണ്? മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി എഴുതിയത് അർണോസ് പാതിരിയാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി എഴുതിയത് അർണോസ് പാതിരിയാണ്. ആ ഡിക്ഷണറി പോർച്ചുഗീസ് ടു മലയാളം മീനിംഗ് ആണ് അതിനകത്തുള്ളത്. ആ ഡിക്ഷണറിയുടെ പേരാകുന്നു വൊക്കാബുലാരിയം മലബാറിക്കോ ലൂസിത്താനം എന്നാകുന്നു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി എഴുതിയത് അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി എന്ന് പറയുന്നത് പോർച്ചുഗീസ് ടു മലയാളം മീനിംഗ് ആണ് വരുന്നത്. ആ ഡിക്ഷണറിയുടെ പേരാകുന്നു വൊക്കാബുലാരിയം മലബാറിക്കോ ലൂസിത്താനം. രണ്ടാമതൊരു ക്വസ്റ്റൻ പറഞ്ഞാൽ മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത്, മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ഏഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാകുന്നു ലീലാതിലകം. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ബുക്കായ ലീലാതിലകം എഴുതി തയ്യാറാക്കിയത് ആരാകുന്നു? ഏഞ്ചലോസ് ഫ്രാൻസിസ് ആകുന്നു. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറിയും മലയാളത്തിലെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ബുക്കും അത് മാറിപ്പോകാതെ 2 പേരുകൾ പഠിച്ചു വയ്ക്കുക. പിന്നീട് നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയതാരാണെന്ന് ചോദിക്കും. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഓക്കെ, സമ്പൂർണ്ണ മലയാളം ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റൻ വെച്ചാൽ ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി എഴുതിയതാരാണെന്ന് ചോദിക്കും. ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി എഴുതിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി എഴുതിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആ ഡിക്ഷണറിയുടെ പേരാകുന്നു എ ഡിക്ഷണറി ഓഫ് ഹൈ ആൻഡ് കൊളോക്കിയൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ്. അത് 1846 ഈ ഡിക്ഷണറി പബ്ലിഷ് ചെയ്തത്. പിന്നെ വരുന്ന മറ്റൊരു ക്വസ്റ്റൻ ആകുന്നു മലയാളത്തിലെ ഈ പറയുന്ന പോലെ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി, ആദ്യത്തെ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി രചിച്ചത് ആരാന്ന് ചോദിക്കും. ആദ്യത്തെ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി രചിച്ചത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഓക്കെ, അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഡിക്ഷണറിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശാസ്ത്രീയമായി സംവിധാനം ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി കൂടിയാണ് ഹെർമൻ ഗുണ്ടർട്ടിന്റെ ഡിക്ഷണറി. 1872 ആ ഡിക്ഷണറി പബ്ലിഷ് ചെയ്യുന്നത്. അത് മലയാളം ടു ഇംഗ്ലീഷ് ആണ് അതിന്റെ മീനിങ് വരുന്നത്. അത് ശാസ്ത്രീയമായി സംവിധാനം ചെയ്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി കൂടിയാണ്. 1872 ഹെർമൻ ഗുണ്ടർട്ടിന്റെ ആ ഡിക്ഷണറി പബ്ലിഷ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മാറിപ്പോതെ നോക്കണം. അപ്പോൾ ആദ്യത്തെ ഡിക്ഷണറി എഴുതിയത് ആരാണ്? അത് അർണോസ് പാതിരിയാണ്. ആ ഡിക്ഷണറി പോർച്ചുഗീസ് ടു മലയാളമാണ്. പിന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി എഴുതിയതാരാണ്? അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. പിന്നെ ആദ്യത്തെ മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയതാരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. പിന്നെ ആദ്യത്തെ ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് അത് ഏഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. എന്നാൽ ആദ്യത്തെ സമ്പൂർണ്ണ മലയാളം ഗ്രാമർ ടെക്സ്റ്റ് ബുക്ക് എഴുതിയത് അത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പോൾ പേരുകൾ മാറിപ്പോകാതെ ഫാക്ട്സുകൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. താങ്ക്
മമ്പുറം തങ്ങൾ 1752 മുതൽ 1845 വരെയാകുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അതായത് 93 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം യമനിൽ ആയിരുന്നു. യമൻ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെയും ഒമാനിന്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രമാകുന്നു യമൻ. യമനിലാണ് മമ്പുറം തങ്ങൾ ജനിച്ചത്. മമ്പുറം തങ്ങളുടെ യഥാർത്ഥ നാമം സയ്യിദ് അലവി മൗലദ് ദബീൽ അൽ ഹുസൈനി തങ്ങൾ എന്നാകുന്നു. 17-ാം വയസ്സിൽ മമ്പുറം തങ്ങൾ കപ്പൽ മാർഗം കേരളത്തിലെത്തി. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാകുന്നു സൈഫുൽ ബത്താർ. സൈഫുൽ ബത്താർ എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന കൃതിയാകുന്നു മമ്പുറം തങ്ങളുടെ സൈഫുൽ ബത്താർ. 1843 മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധമാകുന്നു ചേരൂർ യുദ്ധം. ചേരൂർ യുദ്ധം നടന്നത് മലപ്പുറത്ത് വേങ്ങരക്കടുത്തുള്ള സ്ഥലമായ ചേരൂരിലാകുന്നു ചേരൂർ യുദ്ധം നടന്നത്. 1843 മമ്പുറം തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധമാകുന്നു ചേരൂർ യുദ്ധം. ചേരൂർ യുദ്ധം നടക്കുന്ന സ്ഥലം മലപ്പുറം വേങ്ങരക്കടുത്ത് ചേരൂർ എന്ന് പറയുന്ന പ്രദേശത്താകുന്നു. അബ്രഹാം മാൽപ്പൻ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1796 മുതൽ 1845 വരെയാകുന്നു. അതായത് 49 വയസ്സ് വരെയാണ് അബ്രഹാം മാൽപ്പൻ ജീവിച്ചത്. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നാണ് അബ്രഹാം മാൽപ്പൻ അറിയപ്പെടുന്നത്. മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞാൽ 1483 മുതൽ 1546 കാലഘട്ടങ്ങളിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ലോകപ്രശസ്തനായ ക്രൈസ്തവ പുരോഹിതനും മതപരിഷ്കർത്താവുമാകുന്നു മാർട്ടിൻ ലൂതർ. മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നാണ് അബ്രഹാം മാൽപ്പൻ അറിയപ്പെടുന്നത്. മലങ്കര സുറിയാനി സഭയിൽ നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പ്രീസ്റ്റ് കൂടിയാകുന്നു അബ്രഹാം മാൽപ്പൻ. മാരാമൺ പള്ളിയിലെ മുത്തപ്പന്റെ ചാത്തം എന്ന പൂജാ സമ്പ്രദായം അവസാനിപ്പിച്ചതും അബ്രഹാം മാൽപ്പനാകുന്നു. ഇങ്ങനെ വരുന്ന മലങ്കര സുറിയാനി സഭയിലെ ഒട്ടനവധി നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രീസ്റ്റാകുന്നു അബ്രഹാം മാൽപ്പൻ. ചാവറ കുര്യാക്കോസ് അച്ചൻ, അതായത് CK, 1805 മുതൽ 1871 വരെയാകുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അതായത് 66 വയസ്സ് വരെയാകുന്നു അദ്ദേഹം ജീവിച്ചത്. ദൈവദാസൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാകുന്നു ചാവറ കുര്യാക്കോസ് അച്ചൻ. കേരള സാക്ഷരതയുടെ പിതാവ് എന്നും കാലത്തിനു മുന്നേ സഞ്ചരിച്ച നവോത്ഥാന നായകനെന്നും CK അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ 1805 ചാവറ കുര്യാക്കോസ് അച്ചൻ ജനിക്കുന്നത്. 1831 കോട്ടയം മന്നാനത്ത് വച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയ്ക്ക്, അതായത് CMIക്ക് രൂപം കൊടുത്തത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. CMIയുടെ ഫുൾ ഫോം കാർമലൈറ്റ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്നാകുന്നു. അതായത് 1831 CMIക്ക്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭയായ CMIക്ക് രൂപം കൊടുത്തത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. പിന്നീട് 1866 CMCക്ക് രൂപം കൊടുത്തതും ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. CMCയുടെ ഫുൾ ഫോം കോൺഗ്രിഗേഷൻ ഓഫ് ദി മദേഴ്സ് ഓഫ് കാർമൽ എന്ന് പറഞ്ഞാൽ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സന്യാസിനി സഭ സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. CMCക്കും CMIക്കും രൂപം കൊടുത്തത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. അതുപോലെ പിടിയേരി എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണ സമ്പ്രദായം ആദ്യമായി കൊണ്ടുവന്നതും ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. മാത്രമല്ല അച്ചടി പ്രസ് സ്ഥാപിക്കുവാനായി ചാവറ കുര്യാക്കോസ് അച്ചൻ നടത്തിയ വിപ്ലവമാകുന്നു വാഴത്തട വിപ്ലവം. നസ്രാണി ദീപിക എന്ന പത്രം അച്ചടിച്ചത് മന്നാനം പ്രസ്സിലാകുന്നു. അവിടെ അച്ചടിച്ച ആദ്യ പുസ്തകമാകുന്നു ജ്ഞാനപീയൂഷം. കേരളത്തിലെ ആദ്യ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതും ചാവറ കുര്യാക്കോസ് അച്ചനാണ്. കേരളത്തിലെ ആദ്യ സംസ്കൃത വിദ്യാലയം കോട്ടയം മന്നാനത്താണ്. അത് 1846 കോട്ടയം മന്നാനത്ത് കേരളത്തിലെ ആദ്യ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതും ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. 1871 അതായത് 66-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ചാവറ കുര്യാക്കോസ് അച്ചന്റെ ഭൗതിക ശരീരം അടക്കിയിരിക്കുന്നത് കോട്ടയം മന്നാനത്താകുന്നു. 1986 ചാവറ കുര്യാക്കോസ് അച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 വിശുദ്ധനായും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ട് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്, നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ അച്ചടിശാല സ്ഥാപിക്കുന്നത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. അത് 1846 കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് സ്ഥാപിക്കുന്നത്. ആ പ്രസിന്റെ പേരാകുന്നു സെന്റ് ജോസഫ് പ്രസ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സായ സെന്റ് ജോസഫ് പ്രസ് 1846 സ്ഥാപിക്കുന്നത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. കേരളത്തിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. കേരളത്തിലെ രണ്ടാമത്തെ പ്രസ്സായിട്ടുള്ള CMS പ്രസ് സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ് സ്ഥാപിക്കുന്നത് ചാവറ കുര്യാക്കോസ് അച്ചനാണ്. അപ്പോൾ കേരളത്തിലെ ഒരു സ്വദേശി സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെന്റ് ജോസഫ് പ്രസ് ആണ്. അതായത് കേരളത്തിലെ ഒരു സ്വദേശി സ്ഥാപിക്കുന്ന ആദ്യത്തെ പ്രസ് ഏതാണ്, അത് ഏത് വർഷമാണ്, ആരാണെന്ന് ചോദിച്ചാൽ അത് 1846 സെന്റ് ജോസഫ് പ്രസ് ആണ്. ആ പ്രസ് സ്ഥാപിക്കുന്നത് ചാവറ കുര്യാക്കോസ് അച്ചനാകുന്നു. ഓക്കെ, താങ്ക് യു. വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1809 മുതൽ 1851 വരെയാകുന്നു. അതായത് 42 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. കന്യാകുമാരിയിലെ നാഗർകോവിലടുത്ത് സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്ത് 1809 വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പേര്, വൈകുണ്ഠ സ്വാമികളുടെ ആദ്യ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. പിന്നീട് മുത്തുക്കുട്ടി എന്നുള്ള പേര് അദ്ദേഹം സ്വീകരിക്കുകയും അതിനുശേഷം തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്കടുത്തുള്ള തിരുച്ചെന്തൂർ എന്ന സ്ഥലത്ത് വെച്ച് മുത്തുക്കുട്ടി എന്ന പേരിൽ നിന്നും വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയുമാണ് ഉണ്ടായത്.
1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ചാന്നാർ ലഹള. ചാന്നാർ ലഹളയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മേൽമുണ്ട് സമരം. 1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ ആണ്. 1836 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഊഴിയ വേലയ്ക്കെതിരെ, അതായത് നിർബന്ധിത വേലയ്ക്കെതിരെ സമരം നയിച്ചതും വൈകുണ്ഠസ്വാമികൾ ആണ്. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം സംഘടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാകുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠസ്വാമികളുടേതാണ്. എല്ലാ ജാതി മതത്തിലും പെട്ടവർക്ക് വെള്ളം കുടിക്കുവാനുള്ള മുന്തിരിക്കിണർ, സ്വാമിക്കിണർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കിണർ സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായി സ്വയം പ്രഖ്യാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷുകാരെ വൈറ്റ് ഡെബിൾസ് എന്ന് വിളിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, നീതി ഒന്ന് എന്ന് പറഞ്ഞതും വൈകുണ്ഠസ്വാമികളാകുന്നു. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം മരുത്താമലയാകുന്നു. മേൽമുണ്ട് ധരിക്കൽ നിരോധത്തിനെതിരെ ശബ്ദമുയർത്തുകയും അതുപോലെ ക്ഷേത്രപ്രവേശന നിരോധത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത കേരള നവോത്ഥാന നായകനാകുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങളെ നിഴൽ താങ്കൾ എന്നറിയപ്പെടുന്നു. സാമൂഹ്യനീതിയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്നതിനും ചിട്ടയോടുകൂടി ജീവിതം നയിക്കുന്നതിനുമുള്ള പരിശീലനം നൽകുവാനും വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച കൂട്ടായ്മയാകുന്നു തൂവൽപന്തി കൂട്ടായ്മ. അതുപോലെ വൈകുണ്ഠസ്വാമികളുടെ ഐഡിയോളജിയാകുന്നു അയ്യാവഴി. അയ്യാവഴിയുടെ ചിഹ്നം താമരയും തീനാളവുമാകുന്നു. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതികൾ എന്നറിയപ്പെടുന്നു. 1833 വൈകുണ്ഠസ്വാമികൾ ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് ഐത്തത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പ്രതിഷേധിച്ചു. 1837 സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പിൽ പാർപ്പിച്ചു. ഈ സമയത്താണ് വൈകുണ്ഠസ്വാമികളെ ജയിൽ വാർഡനായിരുന്ന തൈക്കാട് അയ്യ പരിചയപ്പെടുന്നത്. അങ്ങനെ തൈക്കാട് അയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായി മാറുകയും വൈകുണ്ഠസ്വാമികളെക്കുറിച്ച് സ്വാതി തിരുനാളിനോട് പറയുകയും സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ ആദരിക്കുകയും ഉണ്ടായി. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാകുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ ശിഷ്യരാകുന്നു ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയവർ. അതുകൊണ്ട് തന്നെ തൈക്കാട് അയ്യയെ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നു. ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യയുടെ ഗുരുവാകുന്നു വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട 2 കൃതികളാകുന്നു അഖിലത്തിരട്ട്, അരുൾനൂൽ തുടങ്ങിയവ. തൈക്കാട് അയ്യ 1814 മുതൽ 1909 വരെയാകുന്നു തൈക്കാട് അയ്യയുടെ ജീവിത കാലഘട്ടം. അതായത് 95 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. 1814 തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ജില്ലയിലെ നക്കലപുരം എന്ന സ്ഥലത്ത് വെള്ളള സമുദായത്തിലാണ് തൈക്കാട് അയ്യ ഗുരു ജനിച്ചത്. അന്ന് നക്കലപുരം, അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ നക്കലപുരം എന്ന് പറയുന്ന സ്ഥലം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. തൈക്കാട് അയ്യ ഗുരുവിന്റെ ആദ്യകാല നാമമാകുന്നു സുബ്രായൻ. സുബ്രായൻ എന്നായിരുന്നു തൈക്കാട് അയ്യ ഗുരുവിന്റെ ആദ്യകാല നാമം. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന സ്വാതി തിരുനാൾ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു സോഷ്യൽ റീഫോർമർ കൂടിയാകുന്നു തൈക്കാട് അയ്യ ഗുരു. മദ്രാസിലെ അഷ്ടപ്രധാൻ സഭയിലെ അംഗമായിരുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ഗുരുവിനെ സൂപ്രണ്ട് അയ്യ എന്നും ശിവരാജ് യോഗി അയ്യ സ്വാമികളെന്നും ആളുകൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്നു. ഇന്ത ഉലകത്തിലെ ഒരേ ഒരു ജാതിതൻ, ഒരേ ഒരു മതംധൻ, ഒരേ ഒരു കടവുൾധൻ എന്ന് പറഞ്ഞത് തൈക്കാട് അയ്യ ഗുരുവാകുന്നു. എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയായ പന്തി ഭോജനം നടപ്പിലാക്കിയത് തൈക്കാട് അയ്യ ഗുരുവാകുന്നു. തിരുവനന്തപുരം പേട്ടയിലെ ജ്ഞാനപ്രകാശക സഭ, അതുപോലെ ശൈവപ്രകാശക സഭ എന്നിവ തൈക്കാട് അയ്യ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൈക്കാട് അയ്യ ഗുരുവിനെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് പറയുന്നു. കാരണം ശ്രീനാരായണ ഗുരു, കുമാരനാശാൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി എന്നിവരുടെ ഗുരുവാകുന്നു തൈക്കാട് അയ്യ ഗുരു. ഈ തൈക്കാട് അയ്യ ഗുരുവിന്റെ, അതായത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാട് അയ്യ ഗുരുവിന്റെ ഗുരുവാകുന്നു വൈകുണ്ഠസ്വാമികൾ. തൈക്കാട് അയ്യ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാകുന്നു എന്റെ കാശിയാത്ര, രാമായണം പാട്ട്, പഴനി വൈഭവം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 1825 മുതൽ 1874 വരെയാകുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിത കാലഘട്ടം. അതായത് 49 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള ആറാട്ടുപുഴയിൽ ഈഴവ സമുദായത്തിലെ ഒരു ധനിക കുടുംബത്തിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിക്കുന്നത്. ആ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള അനുവാദം ഇല്ലായിരുന്നു. അതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ശക്തമായി പോരാടി. അതിന്റെ ഭാഗമായി അച്ചിപ്പുടവ സമരം, ഏത്താപ്പ് സമരം, മൂക്കുത്തി സമരം എന്നിവ ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് അച്ചിപ്പുടവ സമരം എന്ന് പറയാം. അതെന്താണെന്ന് പറഞ്ഞാൽ, ഉയർന്ന സമുദായത്തിലുള്ള, അതായത് സവർണ്ണ സ്ത്രീകൾ ധരിക്കുന്ന കണ്ണങ്കാൽ വരെ എത്തുന്ന ഇരട്ടത്തുണി എന്നറിയപ്പെടുന്ന അച്ചിപ്പുടവ ഈഴവ സ്ത്രീകളെ ഉടുപ്പിച്ചുകൊണ്ട് 1858 കായംകുളത്തെ പത്തിയൂരിലൂടെ ഈഴവ സ്ത്രീകളെയും കൊണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പരേഡ് ചെയ്യിപ്പിച്ചു. ഈ ഒരു സമരത്തെ അച്ചിപ്പുടവ സമരം എന്നറിയപ്പെടുന്നു. പിന്നീട് ഒരു വർഷത്തിന് ശേഷം 1859 ഇതേ രീതിയിലുള്ള അച്ചിപ്പുടവ സമരം നടന്നിട്ടുണ്ട്. അതിന്റെ പേരാകുന്നു ഏത്താപ്പ് സമരം. അത് കായംകുളത്ത് വെച്ച് തന്നെയാകുന്നു. 1859 കായംകുളത്ത് വെച്ച് നടന്ന ഏത്താപ്പ് സമരവും ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത്താപ്പ് സമരം എന്ന് പറഞ്ഞാലും മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാകുന്നു ഏത്താപ്പ് സമരം. ഈ സമരം നടക്കുന്നത് 1859 കായംകുളത്ത് വെച്ചാകുന്നു. മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി നടത്തിയ സമരമാകുന്നു ഏത്താപ്പ് സമരം. അതുപോലെ ഈഴവ സ്ത്രീകൾക്ക് പൊന്നിന്റെ മൂക്കുത്തി ധരിക്കുവാനുള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഒരു ഈഴവ സ്ത്രീ പൊന്നിന്റെ മൂക്കുത്തി ധരിച്ചു എന്നുള്ള കാരണത്താൽ സവർണ്ണ സ്ത്രീകൾ അവരുടെ മൂക്ക് കുത്തി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് 1860 ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ സമരമാകുന്നു മൂക്കുത്തി സമരം. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഈഴവ സ്ത്രീകൾക്ക് പൊന്നിന്റെ മൂക്കുത്തി ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ സമരമാകുന്നു മൂക്കുത്തി സമരം. ഇത് നടന്ന വർഷം 1860 ആകുന്നു.
മാത്രമല്ല കൊല്ലപ്പെട്ട ഒരേ ഒരു നവോത്ഥാന നായകനാകുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. മക്തി തങ്ങളുടെ ജീവിത കാലഘട്ടം വരുന്നത് 1847 മുതൽ 1912 വരെയാകുന്നു. അതായത് 65 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള ലിപിയിൽ ആദ്യമായി പുസ്തകമിറക്കിയ മുസ്ലിം എഴുത്തുകാരനാകുന്നു മക്തിത്തങ്ങൾ. മലയാള ലിപിയിൽ ആദ്യമായി പുസ്തകമിറക്കിയ മുസ്ലിം എഴുത്തുകാരനാകുന്നു മക്തിത്തങ്ങൾ. ആ പുസ്തകത്തിന്റെ പേരാകുന്നു കടോര കുടോരം. അത് 1884 ആ പുസ്തകം പബ്ലിഷ് ചെയ്തത്. മാതൃഭാഷയുടെ പോരാളി എന്ന് ഇദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. മാതൃഭാഷയുടെ പോരാളി എന്ന് ഇദ്ദേഹത്തെ വിളിക്കപ്പെടുന്നു. ഇദ്ദേഹം ജനിക്കുന്നത് മലബാറിലെ പൊന്നാനിയിൽ വെളിയങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് മക്തിത്തങ്ങൾ ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് കീഴിൽ എക്സൈസ് ഇൻസ്പെക്ടറായി മക്തിത്തങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട്. അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതിയാകുന്നു മരുമക്കത്തായം. അറബി മലയാളത്തിൽ മക്തിത്തങ്ങൾ രചിച്ച കൃതിയാകുന്നു മരുമക്കത്തായം. മുഹമ്മദിയ സൊസൈറ്റിയുടെ സ്ഥാപകനാകുന്നു മക്തിത്തങ്ങൾ. മുഹമ്മദിയ സൊസൈറ്റിയുടെ സ്ഥാപകനാകുന്നു മക്തിത്തങ്ങൾ. മാത്രമല്ല ഇസ്ലാമിക് ട്രാക്ക് എന്ന പേരിൽ ലഘുലേഖകൾ മക്തിത്തങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് ട്രാക്ക് എന്ന പേരിൽ ലഘുലേഖകൾ മക്തിത്തങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മക്തിത്തങ്ങൾ നബിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രമാകുന്നു നബി നാണയം. നബി നാണയം എന്ന പേരിൽ നബിയുടെ ജീവചരിത്രവും മക്തിത്തങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ മറ്റു കൃതികളാകുന്നു മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, അതുപോലെ മൂസക്കുട്ടിയുടെ മൂക്കുത്തി, സ്വർഗത്തിലേക്കുള്ള വഴികാട്ടി ക്രിസ്തുവോ പൗലോസോ, പാലില്ലാ പായസം, മുസ്ലിങ്ങളും രാജഭക്തിയും, സത്യദർശിനി എന്നിവ മക്തിത്തങ്ങളുടെ മറ്റു കൃതികളാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യകാല നാമം കാരാട്ട് ഗോവിന്ദൻ മേനോൻ എന്നാകുന്നു. ഗോവിന്ദൻകുട്ടി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ബ്രഹ്മാനന്ദ ശിവയോഗി എന്ന പേര് നൽകിയത് ഡോക്ടർ അയ്യത്താൻ ഗോപാലനാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ജീവിത കാലഘട്ടം 1852 മുതൽ 1929 വരെയാകുന്നു. അതായത് 77 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയെ നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു. മനസ്സാണ് ദൈവം എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ആലത്തൂർ സ്വാമികളെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു. കാരണം 1907 പാലക്കാട്ടെ ആലത്തൂരിലെ വാനൂരിൽ ഇദ്ദേഹത്തിന് ഒരു സിദ്ധാശ്രമം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ബ്രഹ്മാനന്ദ ശിവയോഗിയെ ആലത്തൂർ സ്വാമികളെന്നും അറിയപ്പെടുന്നു. സന്യാസിമാരെ ഉദരനിമിത്തം എന്ന് കളിയാക്കി വിളിച്ചു. ഉദരനിമിത്തം എന്ന് പറഞ്ഞാൽ വയറിന് വേണ്ടി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി എന്നാകുന്നതിന്റെ മീനിങ്. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമാകുന്നു ആനന്ദ മഹാസഭ. 1918 ആനന്ദ മഹാസഭയ്ക്ക് ബ്രഹ്മാനന്ദ ശിവയോഗി രൂപം നൽകുന്നത്. ആനന്ദ മഹാസഭയുടെ ആദ്യ പ്രസിഡന്റ് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയായിരുന്നു. ആദ്യ സെക്രട്ടറി രാമപണിക്കരുമായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കാലശേഷം ആശ്രമത്തെ നയിച്ചത് നിർമ്മലാനന്ദഗിരിയാകുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പ്രസ്ഥാനമായ ആനന്ദ മഹാസഭയുടെ ഐഡിയോളജീസ് താഴെ പറയുന്നു. ഹിന്ദു മതത്തിലെ അനാവശ്യമായ ആചാരങ്ങൾ ഒഴിവാക്കുക, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാതിരിക്കുക, മാംസാഹാരം ഒഴിവാക്കുക, ഹിംസാത്മകമായ മതകർമ്മങ്ങൾ ഒഴിവാക്കുക എന്നിവയാകുന്നു ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആനന്ദ മഹാസഭയുടെ ഐഡിയോളജീസ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകത്തിന്റെ പേരാകുന്നു സിദ്ധാനുഭൂതി. സാരഗ്രഹി എന്ന പേരിൽ അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുമുണ്ട്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആദ്യ പുസ്തകമാകുന്നു സിദ്ധാനുഭൂതി. സാരഗ്രഹി എന്ന പേരിൽ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു പ്രസിദ്ധീകരണവും ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങളുടെ പേരെന്ന് വായിക്കാം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മറ്റു പുസ്തകങ്ങളുടെ പേരെന്ന് വായിക്കാം. ആനന്ദകുമ്മി, ആനന്ദ വിമാനം, ആനന്ദ ദർശനം, ആനന്ദഗണം, ആനന്ദസൂത്രം, ശിവയോഗ രഹസ്യം, സ്ത്രീ വിദ്യാപോഷിണി, മോക്ഷപ്രദീപം, വിഗ്രഹാരാധന ഗന്ധനം എന്നിവയാകുന്നു അദ്ദേഹത്തിന്റെ മറ്റു പുസ്തകങ്ങൾ. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ. കേരളത്തിലെ രാജാറാം മോഹൻ റോയ് എന്നാണ് ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ അറിയപ്പെടുന്നത്. കാരണം രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജത്തിന്റെ ഐഡിയോളജീസ് എല്ലാം തന്നെ ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ ഫോളോ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി 1898 കോഴിക്കോടും 1924 ആലപ്പുഴയിലും ഇദ്ദേഹം ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. മാത്രമല്ല ബ്രഹ്മസമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും ഡോക്ടർ അയ്യത്താൻ ഗോപാലനാകുന്നു. ബ്രഹ്മസമാജത്തിന്റെ ഐഡിയോളജീസ് പറയാം. വിഗ്രഹാരാധനയെ എതിർക്കുക, സ്ത്രീ വിദ്യാഭ്യാസത്തെയും മിശ്രഭോജനത്തെയും പ്രോത്സാഹിപ്പിക്കുക, ഐക്യത്തിനെതിരെ നിലകൊള്ളുക എന്നിവയെല്ലാമാകുന്നു ബ്രഹ്മ സമാജത്തിന്റെ ഐഡിയോളജീസ്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ ദാസർജി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. മാത്രമല്ല ബ്രിട്ടീഷ് സർക്കാർ റാവു സാഹിബ് എന്നുള്ള ബഹുമതി കൊടുത്തും ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ ആദരിച്ചിട്ടുണ്ട്. 1861 മുതൽ 1945 വരെയാകുന്നു ഡോക്ടർ അയ്യത്താൻ ഗോപാലന്റെ ജീവിത കാലഘട്ടം. അതായത് 84 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ജാതിയുടെ പ്രതീകമായ കുടുമ മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. ജാതിയുടെ പ്രതീകമായ കുടുംബ എന്ന് പറയുമ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ തലയുടെ മേഖലയിൽ കാണുന്ന ആ കുടുംബം മുറിച്ചു കളഞ്ഞതിന്റെ പേരിൽ ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ഇദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാകുന്നു സുഗുണവർദ്ധിനി സഭ. സുഗുണവർദ്ധിനി സഭ എന്ന പ്രസ്ഥാനം ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ 2 നാടകങ്ങളുടെ പേരാകുന്നു സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങളും ഇദ്ദേഹം രചിച്ചതാകുന്നു. ഡോക്ടർ പൽപ്പു. 1863 മുതൽ 1950 വരെയാകുന്നു ഡോക്ടർ പൽപ്പുവിന്റെ ജീവിത കാലഘട്ടം. അതായത് 87 വയസ്സ് വരെയാകുന്നു അദ്ദേഹം ജീവിച്ചത്. ഡോക്ടർ പൽപ്പുവിന്റെ യഥാർത്ഥ നാമം പത്മനാഭൻ എന്നാകുന്നു. 1863 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ് ഡോക്ടർ പൽപ്പു ജനിക്കുന്നത്. മൈസൂർ രാജ്യത്തിന് കീഴിൽ ഡോക്ടറായി പൽപ്പു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്നും തിരുവിതാംകോട്ടെ തീയനെന്നും ഡോക്ടർ പൽപ്പു അറിയപ്പെടുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ മകനാകുന്നു ഡോക്ടർ നടരാജഗുരു. ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവിന്റെ മകനായ ഡോക്ടർ നടരാജ ഗുരുവാകുന്നു. ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പുവിന്റെ മകനായ ഡോക്ടർ നടരാജ ഗുരുവാകുന്നു. ഡോക്ടർ പൽപ്പുവിന്റെ മാനസപുത്രനാകുന്നു കുമാരനാശാൻ.
1891 മലയാളി മെമ്മോറിയലിലെ മൂന്നാമത്തെ ഒപ്പുകാരനാകുന്നു ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ് സമർപ്പിച്ചത്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ കാഴ്സം പ്രഭുവിന് സമർപ്പിച്ചതും ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാകുന്നു. SNDP യോഗം രൂപീകരിക്കുവാൻ ശ്രീനാരായണ ഗുരുവിനോട് നിർദ്ദേശിച്ചതും ഡോക്ടർ പൽപ്പു ആകുന്നു. SNDP യോഗത്തിന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആകുന്നു ഡോക്ടർ പൽപ്പു. SNDP യോഗത്തിന്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവാകുന്നു. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ ആകുന്നു. SNDP യോഗത്തിന്റെ ആദ്യ വൈസ് പ്രസിഡന്റ് ആകുന്നു ഡോക്ടർ പൽപ്പു. തിരുവിതാംകൂറിൽ ഈഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപ്പു ആകുന്നു. തിരുവിതാംകൂറിൽ ഈഴവ മഹാസഭ രൂപീകരിച്ചത് ഡോക്ടർ പൽപ്പു ആകുന്നു. അതുപോലെ മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചതും ഡോക്ടർ പൽപ്പു ആകുന്നു. മലബാർ എക്കണോമിക് യൂണിയൻ സ്ഥാപിച്ചതും ഡോക്ടർ പൽപ്പു ആകുന്നു. മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം എന്താണെന്ന് പറഞ്ഞാൽ വ്യവസായത്തിലൂടെ പുരോഗതി എന്നതായിരുന്നു മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം. വ്യവസായത്തിലൂടെ പുരോഗതി എന്നതായിരുന്നു മലബാർ എക്കണോമിക് യൂണിയന്റെ ആപ്തവാക്യം. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർത്ത കണ്ണിയാകുന്നു ഡോക്ടർ പൽപ്പു. അതായത് ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി പരിചയപ്പെടുത്തി കൊടുത്ത വ്യക്തിയാകുന്നു ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിന്റെ പ്രശസ്തമായ പുസ്തകമാകുന്നു ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. ഡോക്ടർ പൽപ്പുവിന്റെ പ്രശസ്തമായ പുസ്തകമാകുന്നു ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ. അതുപോലെ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് സരോജിനി നായിഡു പറഞ്ഞ ഒരു വാക്കുകളുണ്ട്, അത് പറയാം. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയെന്ന് സരോജിനി നായിഡു ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തിയെന്ന് ഡോക്ടർ പൽപ്പുവിനെ കുറിച്ച് സരോജിനി നായിഡു വിശേഷിപ്പിച്ചു. മഹാത്മാ അയ്യങ്കാളി 1863 മുതൽ 1941 വരെയാകുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിത കാലഘട്ടം. അതായത് 78 വയസ്സ് വരെയാകുന്നു അദ്ദേഹം ജീവിച്ചത്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വേങ്ങാനൂർ എന്ന പ്രദേശത്താണ് അയ്യങ്കാളി ജനിക്കുന്നത്. കാളി എന്നായിരുന്നു അയ്യങ്കാളിയുടെ ചെറുപ്പകാല നാമം. അയ്യങ്കാളിയുടെ അച്ഛന്റെ പേര് അയ്യൻ കൃഷ്ണൻ എന്നാകുന്നു. അയ്യന്റെ മകൻ കാളി എന്ന വിളിപ്പേരിൽ നിന്നുമാണ് അയ്യങ്കാളി എന്ന പേര് വന്നത്. പുലയരാജ, തളരാത്ത യോദ്ധാവ് എന്നീ വിശേഷണങ്ങൾ അയ്യങ്കാളിക്ക് നൽകിയത് മഹാത്മാഗാന്ധിജിയാകുന്നു. അയ്യങ്കാളിയെ കേരളത്തിന്റെ സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നു. സ്പാർട്ടക്കസ് ആരാണെന്ന് പറഞ്ഞാൽ ഏൻഷ്യൻ റോമിൽ, ഏൻഷ്യൻ റോം എന്ന് പറയുമ്പോൾ BCE കാലഘട്ടത്തിൽ വരുന്നതാണ്. ഈ BCE കാലഘട്ടത്തിലെ ഏൻഷ്യൻ റോമിൽ ജീവിച്ചിരുന്ന ശക്തനായ ഒരു വിപ്ലവകാരിയായിരുന്നു സ്പാർട്ടക്കസ്. റോമൻ ചക്രവർത്തിയുടെ അടിമത്തത്തിനെതിരെ വിപ്ലവം നടത്തുകയും ആൻഡ് ഹി ബിക്കെയിം എ സിംബൽ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് ഫ്രീഡം ഫോർ ദി എൻസ്ലേവ്ഡ് പീപ്പിൾ. അത്തരത്തിൽ അടിമത്തത്തിനെതിരെ റോമൻ ചക്രവർത്തിയോട് വരെ പോരാടിയ വലിയൊരു വിപ്ലവകാരിയായിരുന്നു സ്പാർട്ടക്കസ്. കേരളത്തിന്റെ സ്പാർട്ടക്കസ് ആയിട്ടാണ് മഹാത്മാ അയ്യങ്കാളിയെ അറിയപ്പെടുന്നത്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ താഴ്ന്ന ജാതിക്കാരനാകുന്നു മഹാത്മാ അയ്യങ്കാളി. 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത്. 1893 റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാകുന്നു. ആ ഒരു കാലഘട്ടങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് റോഡിലൂടെ നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല, അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അവർ ഏതെങ്കിലും ചെറിയ പറമ്പിലൂടെയോ ചെറിയ തൊണ്ടിലൂടെയൊക്കെ നടന്നു വേണം പോകാൻ. പോകുന്ന വഴിക്ക് ഉയർന്ന ജാതിക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ മാറി ഒളിച്ചിരിക്കണം, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ആ നിയമത്തിനെതിരെ, ആ അവകാശ നിഷേധത്തിനെതിരെ 1893 റോഡിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വില്ലുവണ്ടി സമരം നടത്തിയത് അയ്യങ്കാളിയാകുന്നു. 1904 അയ്യങ്കാളി തിരുവനന്തപുരത്തെ വേങ്ങാനൂരിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുവാൻ വേണ്ടി കുടിപ്പള്ളിക്കൂടം പണിതു. 1907 സാധുജന പരിപാലന സംഘം എന്നറിയപ്പെടുന്ന പുലയ മഹാസഭയ്ക്ക് രൂപം കൊടുത്തതും ശ്രീമാൻ അയ്യങ്കാളിയാകുന്നു. 1907 സാധുജന പരിപാലന സംഘം എന്നറിയപ്പെടുന്ന പുലയ മഹാസഭയ്ക്ക് രൂപം കൊടുത്തതും ശ്രീമാൻ അയ്യങ്കാളിയാകുന്നു. അതിനുശേഷം 1909 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം വേങ്ങാനൂരിൽ വെച്ച് നടന്ന കർഷക സമരം സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കർഷക സമരമാകുന്നു. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാകുന്നു. അതിന്റെ വർഷം 1909. പിന്നെ സൗത്ത് ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം നടത്തിയത് വൈകുണ്ഠസ്വാമികളാകുന്നു. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം നടത്തിയത് വൈകുണ്ഠസ്വാമികളാകുന്നു. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ കർഷക സമരം നടത്തിയത് അയ്യങ്കാളിയാകുന്നു. കർഷക സമരത്തിന്റെ വർഷം എന്ന് പറയുന്നത് 1909 ആകുന്നു. ദെൻ 1913 സാധുജന പരിപാലന മുഖപത്രം എന്ന മാഗസിൻ പുറത്തിറക്കിയത് അയ്യങ്കാളിയാകുന്നു. സാധുജന പരിപാലന മുഖപത്രം എന്ന മാഗസിൻ പുറത്തിറക്കിയത് അയ്യങ്കാളിയാകുന്നു. ആ ഒരു മാഗസിൻ പുറത്തിറക്കിയ വർഷം 1913 ആകുന്നു. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി മീറ്റ് ചെയ്യുന്നത് 1912 അത് തിരുവനന്തപുരം ബാലരാമപുരത്ത് വെച്ചിട്ടാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ആദ്യമായി കണ്ടുമുട്ടുന്നത്. 1912 തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് നടന്ന ചന്തലഹള, 1915 കൊല്ലത്ത് പെരിനാട് വെച്ച് നടന്ന കല്ലുമാല സമരം, 1915 90-ാം ആണ്ട് ലഹള, 1916 കാന്തള ലഹള, ഇവയെല്ലാം അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവ ഓരോന്നും എന്താണെന്ന് പറഞ്ഞു തരാം. ആദ്യം 1912 തിരുവനന്തപുരം നെടുമങ്ങാട് വെച്ച് നടന്ന ചന്തലഹള എന്നത് നെടുമങ്ങാട് ചന്തയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. 1915 കർഷക സമരത്തെ 90-ാം ആണ്ട് ലഹള എന്ന് പറയുവാനുള്ള കാരണം ഈ ഒരു കർഷക സമരം നടന്നത് കൊല്ലവർഷം 1990 ആയതുകൊണ്ടാണ്. ഈ ഒരു കർഷക സമരം നടന്ന സ്ഥലം തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലം എന്ന സ്ഥലത്തായതുകൊണ്ട് ഇതിനെ ഊരുട്ടമ്പലം ലഹള എന്നും പറയുന്നു. അതുകൊണ്ട് 1915 കർഷക സമരത്തെ 90-ാം ആണ്ട് ലഹള എന്നും ഊരുട്ടമ്പലം ലഹള എന്നും പറയുന്നു. 1915 കൊല്ലത്തെ പെരിനാട് വെച്ച് നടന്ന കല്ലുമാല സമരം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ആ ഒരു കാലഘട്ടത്തിൽ ദളിത് സ്ത്രീകൾക്ക് കല്ലിന്റെ മാല ധരിക്കുവാൻ മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് മറ്റ് മാലകൾ, പൊന്നിന്റെയോ അല്ലെങ്കിൽ മറ്റ് മുത്തുമാലകളോ ഒന്നും ധരിക്കുവാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കല്ലിന്റെ മാലകൾ പൊട്ടിച്ചെറിഞ്ഞ സമരമാകുന്നു 1915 കല്ലുമാല സമരം. ഈ സമരങ്ങളെല്ലാം നടന്നത്
മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാകുന്നു. 1915 ഒക്ടോബർ 24-നാണ് കല്ലുമാല സമരം നടക്കുന്നത്. 1916 നടന്ന കന്തള ലഹള എന്താണെന്ന് പറയാം. കന്തള ലഹള എന്താണെന്ന് പറഞ്ഞാൽ പഠനാവകാശത്തിനായി 1916 നടന്ന ലഹളയാകുന്നു കന്തള ലഹള. ഈ ഒരു ലഹളയ്ക്ക് കാരണം പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ച കാരണത്താൽ സവർണർ സ്കൂൾ കത്തിച്ച സംഭവത്തിൽ നിന്നുമാണ് 1916 കന്തള ലഹള ഉണ്ടാകുന്നത്. സവർണർ സ്കൂൾ കത്തിച്ചത് രാത്രിയിലാണ്. ഈ സ്കൂൾ കത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. 1937 അയ്യങ്കാളി മഹാത്മാഗാന്ധിജിയെ നേരിൽ കണ്ടുമുട്ടുന്നത്. 1941 അയ്യങ്കാളി ലോകത്തോട് വിട പറഞ്ഞു. GP പിള്ള, ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആകുന്നു ഗോവിന്ദൻ പരമേശ്വരൻ പിള്ള. ഇദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്നും വിളിക്കുന്നു. ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ എന്നാകുന്നു അർത്ഥം. അപ്പോൾ നമ്മൾ വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് GP പിള്ള എന്നോ അല്ലെങ്കിൽ ലോയർ GP പിള്ള എന്നോ പറഞ്ഞാൽ പോരായിരുന്നോ, പിന്നെ എന്തിനാണ് ബാരിസ്റ്റർ GP പിള്ള എന്ന് പറഞ്ഞതെന്ന്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ബ്രിട്ടീഷ് സംവിധാനത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ വിളിച്ചിരുന്ന പേരാകുന്നു ബാരിസ്റ്റർ. ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ നിയമം പഠിച്ച അഭിഭാഷകരെ ബാരിസ്റ്റർ എന്നായിരുന്നു മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ബാരിസ്റ്റർ GP പിള്ള എന്ന് വിളിക്കുന്നത്. GP പിള്ളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് GP പിള്ളയാകുന്നു. ആ പത്രത്തിന്റെ പേരാകുന്നു മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്നും വരാറുണ്ട്, അതുപോലെ മദ്രാസ് മെയിൽ എന്നും പറയാറുണ്ട്. രണ്ട് ഓപ്ഷൻ വന്നാലും ശരി തന്നെയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമായ മദ്രാസ് സ്റ്റാൻഡേർഡ് GP പിള്ളയുടേതാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അതായത് INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാകുന്നു GP പിള്ളൈ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്ന വർഷം 1885 ആകുന്നു. അത് ബോംബെയിൽ വെച്ചാകുന്നു. 1885 ബോംബെയിൽ വെച്ചിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാകുന്നു GP പിള്ളൈ. അന്ന് GP പിള്ളയുടെ പ്രായം 21 ആകുന്നു. ആധുനിക കേരളത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് GP പിള്ളയെ അറിയപ്പെടുന്നു. ആധുനിക കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് GP പിള്ളയെ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നും GP പിള്ളയെ അറിയപ്പെടുന്നു. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു GP പിള്ളൈ. മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഏക മലയാളിയാകുന്നു GP പിള്ളൈ. പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് കടത്തപ്പെട്ട ഒരുപാട് നവോത്ഥാന നായകരെ കുറിച്ച് നമുക്കറിയാം. അതിൽ പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു GP പിള്ളൈ. പത്രത്തിൽ സത്യം എഴുതിയ കാരണത്താൽ സ്വന്തം നാട് വിടേണ്ടി വന്ന ആദ്യ തിരുവിതാംകൂറുകാരനാകുന്നു GP പിള്ളൈ. 1894 മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു GP പിള്ളൈ. 1894 മദ്രാസിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു GP പിള്ളൈ. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1890കളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. 1890കളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത്. രാമയ്യൻ ദളവയുടെ കാലം തൊട്ട്, അതായത് 1740 കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുകയറ്റം. ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ GP പിള്ളയായിരുന്നു. ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു. 10,028 ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് 1891 ജനുവരി 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച 3 പേരാകുന്നു. ആദ്യത്തേത് KP ശങ്കരമേനോൻ, രണ്ടാമത്തേത് GP പിള്ള, 3 ഡോക്ടർ പൽപ്പു. ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയായിരുന്നു. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാന്റെ പേരാകുന്നു T രാമറാവു. ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാകുന്നു T രാമറാവു. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. C കൃഷ്ണൻ. ഇദ്ദേഹത്തിന്റെ പീരീഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 1867 to 1938 ആകുന്നു. ദാറ്റ് മീൻസ് ഹി ലീവ്ഡ് അപ് ടു ദ ഏജ് ഓഫ് 71. C കൃഷ്ണനെ കുറിച്ച് ചോദിച്ചാൽ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരേണ്ടത് മിതവാദി എന്ന പത്രത്തെക്കുറിച്ചാണ്. നമുക്ക് ആദ്യം മിതവാദി എന്ന പത്രത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അടിച്ചമർത്തപ്പെട്ടവന്റെ ബൈബിൾ, അധസ്ഥിതരുടെ ബൈബിൾ, തീയരുടെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന പത്രമാകുന്നു മിതവാദി പത്രം. കുമാരനാശാന്റെ വീണപ്പൂവ്, O ചന്തുമേനോന്റെ ജീവചരിത്രം എന്നിവ ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രമാകുന്നു മിതവാദി. ഈ മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്ന വർഷം 1907 1907 മിതവാദി എന്ന പത്രം ആദ്യമായി തുടങ്ങുന്നത്. അന്ന് ഈ പത്രത്തിന്റെ ഓണർ C കൃഷ്ണൻ ആയിരുന്നില്ല. T ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്തു കുമാരൻ എന്ന എഡിറ്ററെ വെച്ചുകൊണ്ട് 1907 കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആരംഭിച്ചത്.
ടി ശിവശങ്കരൻ എന്ന വ്യവസായി മൂർക്കോത്ത് കുമാരൻ എന്ന എഡിറ്ററിനെ വെച്ചുകൊണ്ട് 1907 കണ്ണൂരിലെ തലശ്ശേരിയിൽ നിന്നുമാണ് ഈ പത്രം ആദ്യമായി ആരംഭിച്ചത്. പിന്നീട് 1930 സി കൃഷ്ണൻ ഈ പത്രത്തിന്റെ ഓണർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ പത്രം ഇത്രയും ഫേമസ് ആകുന്നത്. 1913 കോഴിക്കോട് നിന്നും സി കൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ പത്രം പുനരാരംഭിക്കുന്നു. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ഈ പത്രം നിലകൊള്ളുന്നു. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾക്ക് വലിയൊരു അളവ് വരെ കാരണം മദ്യമാണെന്ന് വിലയിരുത്തി മദ്യ നിരോധനത്തിന് വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാകുന്നു സി കൃഷ്ണൻ. 1917 അതായത് 1917 തളി റോഡ് സമരത്തിന് കോഴിക്കോട് നിന്നും നേതൃത്വം നൽകിയത് സി കൃഷ്ണനാകുന്നു. കോഴിക്കോട് പാറൻ ഹാൾ പണിതതും സി കൃഷ്ണന്റെ നേതൃത്വത്തിലാണ്. ഹിന്ദുമതം വിട്ട് ബുദ്ധമതം സ്വീകരിച്ച വ്യക്തി കൂടിയാണ് സി കൃഷ്ണൻ. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സി കൃഷ്ണൻ പോരാടിയിട്ടുണ്ട്. മിസ്ട്രസുമാരുടെ സങ്കടങ്ങൾ എന്ന ലേഖനം സി കൃഷ്ണൻ എഴുതിയിട്ടുണ്ട്. SNDP പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്തിരുന്ന വ്യക്തി കൂടിയായിരുന്നു സി കൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലുള്ള ശ്രീനാരായണ ഗുരുവിന്റെ SNDP യോഗത്തിന്റെ 9ാം വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്, അതായത് പ്രസിഡന്റ്ഷിപ്പ് വഹിച്ചത് സി കൃഷ്ണനാകുന്നു. കൂടാതെ ബാലപ്രബോധിനി സംസ്കൃത പാഠശാല സ്ഥാപിച്ചതും കോഴിക്കോട് നിന്നും മഹാബോധി ബുദ്ധമിഷൻ സ്ഥാപിച്ചതും സി കൃഷ്ണനാകുന്നു. മാത്രമല്ല 1930 മുതൽ 1936 വരെയുള്ള കാലയളവിൽ മദ്രാസിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തി കൂടിയാണ് സി കൃഷ്ണൻ. അന്നത്തെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ജസ്റ്റിസ് ലീഗ് എന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ അംഗം കൂടിയായിരുന്നു സി കൃഷ്ണൻ. C.V. കുഞ്ഞിരാമൻ. His period of life was from 1871 to 1949. That means he lived up to the age of 78. C.V. കുഞ്ഞിരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് 2 പത്രങ്ങളെക്കുറിച്ചാകുന്നു. ആ 2 പത്രങ്ങളുടെ പേരാകുന്നു കേരള കൗമുദിയും അതുപോലെ ഈഴവ കൗമുദിയും. കേരള കൗമുദി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാം ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകൻ C.V. കുഞ്ഞിരാമനായിരുന്നു എന്ന്. അങ്ങനെയല്ല. C.V. കുഞ്ഞിരാമന്റെ കാലത്ത് അച്ചടിച്ചിറക്കിയ കേരള കൗമുദി, ഈഴവ കൗമുദി എന്നീ 2 പത്രങ്ങൾ പിന്നീട് ആ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. ഓക്കെ. അല്ലാതെ C.V. രാമന്റെ കേരള കൗമുദി പത്രവുമായിട്ട് ഇപ്പോഴത്തെ കേരള കൗമുദി പത്രത്തിന് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, സാന്ദർഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് C.V. കുഞ്ഞിരാമൻ എന്നുള്ള നവോത്ഥാന നായകന്റെ പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ടത് 2 പത്രങ്ങളെ കുറിച്ചാകുന്നു, കേരള കൗമുദിയും ഈഴവ കൗമുദിയും. ഇനി കേരള കൗമുദി എന്ന് പറയുന്ന പത്രം C.V. കുഞ്ഞിരാമൻ ഇറക്കിയ വർഷം 1911 ആകുന്നു. 1911 കേരള കൗമുദി എന്ന് പറയുന്ന പത്രം അദ്ദേഹം ഇറക്കിയത്. C.V. കുഞ്ഞിരാമൻ ജനിക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടാകുന്നു. ഈ മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് 1911 C.V. കുഞ്ഞിരാമൻ ആദ്യമായി കേരള കൗമുദി എന്ന് പറയുന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത്. കേരള കൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആകുന്നു മൂലൂർ S. പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ആദ്യ മലയാളം പത്രമാകുന്നു കേരള കൗമുദി. അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം C.V. കുഞ്ഞിരാമൻ എഴുതിയിരുന്നു. ദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സപ്ലൈ ചെയ്യുന്ന ദേശാഭിമാനി പത്രമായിട്ട് അതിനെ കണക്ട് ചെയ്തത് അന്നത്തെ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ദേശാഭിമാനി എന്നുള്ള പത്രം ഉണ്ടായിരുന്നു. ആ പത്രം പിന്നീട് അത് കഴിഞ്ഞു. പിന്നീട് മറ്റു പലരും പത്രത്തിന്റെ സ്ഥാപനങ്ങൾ തുടങ്ങിയപ്പോൾ ആ പേര് അഡോപ്റ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ അന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ കണ്ടിന്യൂവേഷൻ അല്ല ഇന്നത്തെ ദേശാഭിമാനി പത്രം. എനിവേ, അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങൾക്കും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം C.V. കുഞ്ഞിരാമൻ എഴുതിയിരുന്നു. C.V. കുഞ്ഞിരാമന്റെ പ്രശസ്തമായ ഒരു കോട്ടാകുന്നു ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ. ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ എന്നതിന്റെ മീനിങ് അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കയല്ല എന്ന് പറഞ്ഞാൽ ഇരുമ്പുലക്ക പോലെ കഠിനവും മാറ്റാനാവാത്തതുമായ ഒന്നല്ല അഭിപ്രായം. അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആകുന്നു, അത് മാറ്റാവുന്നതും ചർച്ച ചെയ്യാവുന്നതുമായ കാര്യമാകുന്നു അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോട്ട് പറഞ്ഞത് C.V. കുഞ്ഞിരാമനാകുന്നു. ഒരു എക്സാമിന് ചോദിക്കാറുണ്ട് ഒപ്പീനിയൻ ഈസ് നോട്ട് ആൻ അയൺ പെസിൽ എന്ന് പറഞ്ഞത് ആരാണെന്ന്. അതിൻ്റെ ആൻസർ C.V. കുഞ്ഞിരാമനാണ്. ഓക്കെ, താങ്ക് യു.